ഹലോ ഫ്രണ്ട്സ്, മേക്രോണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് യൂട്യൂബർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പരാജയപ്പെട്ട ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് അവർക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് എന്ത് ചെയ്യരുത്, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യരുത്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ ഈ മെർക്രോൺ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മാസം കഴിയുകയും ഞങ്ങൾക്ക് 534 സബ്സ്ക്രൈബേഴ്സും 3200 വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അതും ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക്കായിട്ട് വന്നൊരു സബ്സ്ക്രൈബേഴ്സാണ്. വന്നിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഏതോ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്ന ആളുകളാണ്. മാക്സിമം ഈ പറയുന്ന കാര്യങ്ങൾ ആരും എന്ത് ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ അതൊരു വലിയ ലോസിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. ഞാൻ ഈ ഒരു കാര്യം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്ത് കണ്ട് പരാജയപ്പെട്ടത് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പുതിയതായിട്ട് യൂട്യൂബർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അവരെന്ത് ചെയ്യും, ക്യാമറ, ട്രൈപോഡ്, പിന്നെ ലൈറ്റ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ മേടിക്കും. ഇത് മേടിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ഫസ്റ്റ് മന്തിൽ അവർ ആ ഒരു ആഗ്രഹം കൊണ്ട് വീഡിയോസ് ചെയ്യും. അപ്പോൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഒരു 10 വ്യൂസ്, 20 വ്യൂസ്, ചിലപ്പോൾ അത്രയും വ്യൂസ് വരാതിരിക്കുക, ചിലപ്പോൾ ഒരു 100 വ്യൂസ്, 500 വ്യൂസ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഒരു വ്യൂസ് കണ്ടത് കൊണ്ട് ഈ ഒരു മാസം അവർ കഷ്ടപ്പെട്ട് എഫേർട്ടായിട്ട് വീഡിയോ ചെയ്യും. ചിലപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് അവരെന്ത് ചെയ്യും, വീഡിയോ ചെയ്തിട്ട് 1 മന്ത് കഴിയുമ്പോഴും റിസൾട്ട് കാണാതെ വരുമ്പോൾ ഈ യൂട്യൂബേഴ്സ് എന്ത് ചെയ്യും, ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 4000 വാച്ച് അവറും പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയിലുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും, 1 മന്ത് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തതല്ലേ, ഈ ഒരു ചെറിയൊരു തുകയും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു പറയുന്ന ആഡ് കണ്ടിട്ട് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഈ അവർ പറയുന്ന എമൗണ്ട് ചിലപ്പോൾ 10,000 ആയിരിക്കും, അല്ലെങ്കിൽ 20,000 ആയിരിക്കും. ആ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. അത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സും എന്നുള്ള ഒരു ക്രൈറ്റീരിയ നിങ്ങൾ എന്ത് ചെയ്യും, പെയ്ഡായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ ഒരു രീതിയിൽ ഒരിക്കലും യൂട്യൂബർ ആവണം എന്ന് ആഗ്രഹിച്ച് വരുന്നവർ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു യൂട്യൂബറായിട്ട് കണ്ടിന്യൂ ചെയ്യണതിൽ കാര്യമില്ല. അതിന് നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാനൽ അവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്ത് വേറെ എന്തെങ്കിലും പരിപാടി നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോണതായിരിക്കും നല്ലത്. യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ലൊരു യൂട്യൂബർ ആവണം, ഇതിൽ നിന്ന് ഏണിങ്സ് സമ്പാദിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യരുത്. പെയ്ഡായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ എന്നുള്ള ഈ ക്രൈറ്റീരിയ നിങ്ങൾ പെയ്ഡായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും നോക്കരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കഷ്ടപ്പെടുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളപ്പോൾ വിചാരിക്കും ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ എന്ത് ചെയ്യാം, എമൗണ്ട് സമ്പാദിക്കാമല്ലോ, അപ്പോൾ ഈ എമൗണ്ട് തിരിച്ച് പിടിക്കാമല്ലോ എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ലാഭവും ഉണ്ടാവാൻ പോകുന്നില്ല. കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഓൾറെഡി എന്ത് ചെയ്യണം, ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് അത്രയും ഗ്രോത്ത് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പെയ്ഡായിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്ത വീഡിയോ വരുമ്പോഴും 10 വ്യൂസോ 500 വ്യൂസോ ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ചാനൽ മൂവ് ആവുള്ളൂ. അപ്പം നിങ്ങൾ ഒരിക്കലും യൂട്യൂബർ ആവണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യരുത്. പിന്നെ അടുത്ത കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് പേരെന്ത് ചെയ്യും, ഈ വലിയ ചാനലുകളുടെ അടിയിൽ പോയിട്ട് സബ് ഫോർ സബ് അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് നിങ്ങൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നോക്കും. പക്ഷേ അതൊരു ഓർഗാനിക് സബ്സ്ക്രൈബർ അല്ല. കാര്യം നിങ്ങളുടെ ചാനൽ കണ്ടിഷ്ടപ്പെട്ട് വരുന്ന ആളുകളല്ല. അവർ നിങ്ങളെപ്പോലെ ജസ്റ്റ് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് ജസ്റ്റ് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ അതും ചെയ്യുന്നതിലൂടെ ഒരിക്കലും ഒരു ഓർഗാനിക് ഗ്രോത്തോ നിങ്ങളുടെ ചാനലിന് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റോ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളപ്പോൾ ഒരിക്കലും ദയവ് ചെയ്ത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഈ 2 കാര്യം ചെയ്യരുത്. നിങ്ങൾ ഓൾറെഡി ഞാൻ പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനൽ പേയ്മെൻറ്റ് ചെയ്ത് ഇതുപോലെ അവർ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വളരാതെ
കുറേ എമൗണ്ട് അവർക്ക് നഷ്ടവും ടൈമും നഷ്ടമായിട്ട് ഒരുപാട് പേര് ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയതായിട്ട്, പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇടുന്ന കണ്ടൻറ്റ് എന്ത് കാറ്റഗറിയാണെന്ന് നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന പോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾ വരണം. നിങ്ങളിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻസ് ആണ് നോക്കുന്നതെങ്കിൽ ആ ഒരു കണ്ടൻസിന് എന്ത് ചെയ്യാണ്, ഒരു ഏജ് കാറ്റഗറിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റ് അല്ല എന്തോന്ന് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻസ് എന്ന് പറയുമ്പോൾ. അതിൽ നമുക്ക് എല്ലാ ഏജിലുള്ളവർക്കും ആർക്ക് ഇഷ്ടപ്പെടുന്നു അവരപ്പോൾ ആ ചാനൽ എന്ത് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അല്ലാതെ നമ്മളൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ചാനലാണെങ്കിൽ ഒരു സർട്ടൺ ആളുകളിലേക്ക് മാത്രം അത് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ചാനലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ഞാൻ ഇട്ടാൽ എനിക്ക് ഗ്രോ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്ത് പോവുക. എന്നാലാണ് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ചാനൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ മന്ത്ലി ഒരു 4 വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് 5 മാസത്തിൽ ഇത്രയൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അത് ഓർഗാനിക്കായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മെർക്രോൺ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ മാക്സിമം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഭയങ്കര പാഷനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ഈ ചാനൽ ത്രൂ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹമായിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, അതായത് പാഷനേറ്റഡ് ആയിട്ട് നടക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കണ്ടൻസ് ആയിരിക്കും നമ്മൾ ഈ ചാനൽ ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞങ്ങളുടെ ചാനൽ കാണുന്നവർ കമൻറ്റ് ബോക്സ് ത്രൂ എന്ത് ചെയ്യുക, എൻഗേജിങ് ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഹെൽപ്പ് വേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബിസിനസ് ഡ്രീം ചെയ്ത് അതുപോലൊരു വലിയ ബിസിനസ്സുകാരനാവണം അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവണം എന്ന ആഗ്രഹവും പാഷനേറ്റഡ് ആയിട്ട് നടക്കുന്നവർ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ചാനൽ ത്രൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു കണ്ടൻ്റായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. നമ്മൾ ഒരുപാട് കമ്പനീസിൻ്റെ ഗ്രോത്തും അവരെങ്ങനെ സക്സസ് ആയി, ഒരുപാട് കമ്പനീസിൻ്റെ ഫെയിലിയറും അങ്ങനത്തെ സ്റ്റോറീസാണ് നമ്മളിപ്പോൾ ഈ ചാനൽ വഴി എന്ത് ചെയ്തിരിക്കുന്നത്, ഷെയർ ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മൾ വിചാരിച്ച ഒരു ഓഡിയൻസിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവർ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മിഷനായിട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻഗേജ് ആവാൻ നോക്കുക. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ചാനലിൽ നിന്ന് വേണ്ടത്, ഞങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അതുപോലത്തെ വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ വേണമെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സിനോട് ചോദിച്ചാലും, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തിട്ട് പരാജയപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെ ചെയ്തിരുന്നു, അപ്പോൾ എനിക്കിങ്ങനെ റിസൾട്ട് അങ്ങനെ ഉണ്ടായില്ല, അതുകൊണ്ട് ക്വിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ആ ഒരു കാര്യം മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന യൂട്യൂബേഴ്സിന് അതൊരു ഹെൽപ്ഫുൾ ആവും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ ഒരുപാട് ടിപ്സ് ആഗ്രഹിക്കുന്നുണ്ട്, യൂട്യൂബിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാമെന്നൊരു ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അതിന് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു 5 മാസം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് ഓരോ ദിവസം അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ലെവൽ അങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും താഴ്ത്തോട്ട് പോവില്ല. നമ്മൾ പ്രോപ്പർ രീതിയിൽ നമ്മളോരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മൾ വിചാരിച്ച കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ചെയ്യാണ്, ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉറപ്പ് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുക. എന്താണോ നിങ്ങൾ ഓഡിയൻസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഡെഫിനറ്റ്ലി സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോവുക. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം ഇപ്പോൾ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര മണിക്കാണോ നമ്മൾ അപ്ലോഡ് ചെയ്തത് അതേ സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, അടുത്ത് നമ്മൾ ഇനി എന്നാണോ വീഡിയോ ഷെഡ്യൂൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മാക്സിമം നമ്മളിപ്പോൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം വിട്ട് പോകരുത്. നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ ആ ടൈം പ്രോപ്പറായിട്ട്, ഇപ്പോൾ 4 മണിയാണെങ്കിൽ 4 മണി തന്നെ ആവണം. ബാക്കി ഏത് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്താലും എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ടൈം സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ 5 മണിയാണെങ്കിൽ ആ 5 മണിയിൽ നിന്നുള്ള ടൈം വിട്ടു പോകരുത്. ഇപ്പം നിങ്ങൾ എന്താണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതൊരു പ്രോപ്പർ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. കാര്യം
പിന്നെ വേറൊരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു വ്യൂസ് കണ്ടില്ല, ഒരു വീഡിയോ 100 വ്യൂസിലോ അല്ലെങ്കിൽ 50 വ്യൂസിലോ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്ത് അവിടെ ഒരു എറർ ഓൾറെഡി യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും പിന്നെ അടുത്തിടുന്ന വീഡിയോസും ചിലപ്പോൾ എന്ത് ചെയ്യാൻ വളരാതെ, അതായത് ഗ്രോ ചെയ്യാതെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾ ഓൾറെഡി അതുകൊണ്ട് എന്ത് ചെയ്യുക, ഞങ്ങൾക്കും ഞാൻ പഠിച്ചു വന്ന കാര്യമാണ് ഈ ഒരു കാര്യം. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇട്ട വീഡിയോസ് ഒരിക്കലും വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യരുത്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പിന്നെ വീഡിയോസിൽ പ്രോപ്പറായിട്ട് ടാഗിങ് പ്രോപ്പറായിട്ട് ചെയ്യുക, പിന്നെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ എന്താണ് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റിനെ പറ്റി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഈ ഒരു 5 മന്ത് കൊണ്ട് നമ്മൾ എന്താണോ ലേൺ ചെയ്തത് ആ ഒരു കാര്യം നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ യൂട്യൂബറായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെയാണ് ആവുന്നത്. കാര്യം ഞങ്ങൾ പഠിച്ച കാര്യവും പിന്നെ ഒരുപാട് വലിയ യൂട്യൂബേഴ്സിനെ പറ്റിയ പരാജയം, അത് അവരൊരു പെയ്ഡായിട്ട് എന്ത് ചെയ്തു, ആ ഒരു ക്രൈറ്റീരിയ ക്രോസ് ചെയ്യാൻ വേണ്ടി പെയ്ഡായിട്ട് ചെയ്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഗ്രോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവർ വീണ്ടും താഴ്ത്തോട്ട് തന്നെയാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേ ചെയ്തപ്പോൾ ആ കിട്ടിയ ആ ഒരു എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ കിട്ടണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഇതിന് ഒരു ടൈം നിങ്ങൾ വയ്ക്കരുത്. 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ടൈം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം എടുക്കുന്ന പ്രോസസ്സാണെന്ന് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് മനസ്സിൽ എന്ത് ചെയ്യുക, കരുതിയിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ. നിങ്ങളുടെ ഓഡിയൻസ് ആരാന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അവർക്ക് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിൽ പ്രോപ്പർ പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് ചെയ്യുക. അത് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ ഒരു 5000 ആളുകൾ കാണും എന്നൊരു നിങ്ങൾ ആ ഒരു ലിമിറ്റ് നിങ്ങളായിട്ട് വച്ച് വീഡിയോ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ എന്ത് ചെയ്യും, വളരെ ഒരു സങ്കടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. അത് നിങ്ങൾ അതിൻ്റെ അടുത്ത് എന്താണ് ഈ വീഡിയോ എപ്പോഴും നിങ്ങൾ പോയി നോക്കിക്കൊണ്ടിരിക്കരുത്, ഇതിനെന്തായി, എത്ര പേര് കണ്ടു. നിങ്ങൾ ചിലവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും, അതായത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എപ്പോഴും ആ വീഡിയോ എത്ര പേര് കണ്ടു എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ അതിൻ്റേതായ രീതിയിൽ പോകും. നിങ്ങൾ അടുത്ത കണ്ടൻറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും, അടുത്ത് എങ്ങനെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താം, നിങ്ങളെ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനത്തെ വീഡിയോസ് അടുത്തായിട്ട് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നിങ്ങളുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ തന്നെ ആ വീഡിയോ റിപ്പീറ്റഡായിട്ട്, നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ റിപ്പീറ്റഡായിട്ട് കാണുന്നത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലാഭം അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നില്ല. കാര്യം നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ആ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതിന് പകരം അത് കുറച്ച് ആളുകളിലേക്ക് ചുരുങ്ങാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ച് അവർ കിട്ടും, ഞാൻ തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്നാലെന്ന് പറഞ്ഞിട്ട് അത് റിപ്പീറ്റഡായിട്ട് കാണരുത്. അതും വലിയൊരു മിസ്റ്റേക്കാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം പുതിയതായിട്ട് വരുന്നവരും ഇപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തവരും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇനിയും നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. സീ യു.